വേനൽക്കാലത്ത് പലരും നേരിടുന്ന പ്രശ്നമാണ് വെയിലേറ്റ് ചർമ്മം ഇരുണ്ടുപോകുന്നു എന്നത്. ശക്തമായ വെയിലുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങുന്നത് കുറയ്ക്കുന്നതിലൂടെയും അനുയോജ്യമായ ചർമ്മ സംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് വഴിയും ടാനിംഗ് എന്നറിയപ്പെടുന്ന ഈ അവസ്ഥ ഒരു പരിധിവരെ ഒഴിവാക്കാം. ടാനിംഗ് ഒഴിവാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും ചർമ്മത്തിൻ്റെ നിറം വീണ്ടെടുക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും കൊച്ചി അമൃത ആശുപത്രിയിലെ ഡെർമറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനീത വർഗീസ് പണിക്കർ സംസാരിക്കുന്നു. ഞാൻ ഡോക്ടർ വിനീത വർഗീസ്, അമൃത ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജി വിഭാഗം പ്രൊഫസറാണ്. വേനൽക്കാലത്ത് പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സ്കിന്ന്, മുഖമൊക്കെ കറുത്തു പോകാന്നുള്ളത്. നമ്മൾ ടാനിങ് എന്ന് പറയും. ശരിക്കും ടാനിങ് നമുക്കൊരു കോസ്മെറ്റിക്കലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് റെസ്പോൺസ് ആണ്. നമ്മൾ സൂര്യരശ്മി, അൾട്രാവയലറ്റ് രശ്മി നമ്മുടെ ചർമ്മത്തിൽ തട്ടുമ്പോൾ ചർമ്മത്തിന് കുറച്ച് ഡാമേജ് വരാം. പ്രത്യേകിച്ചും അൾട്രാവയലറ്റ് ഇൻഡ്യൂസ് DNA എന്നൊക്കെ പറയുന്ന ഡാമേജ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പ്രതിരോധത്തിന് വേണ്ടി നമ്മുടെ മെലനോസൈറ്റ്, അതായത് പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന സെല്ല് കൂടുതൽ പിഗ്മെന്റ് ഉണ്ടാക്കി മെലാനിൻ ഉണ്ടാക്കി നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കറുത്തു പോവുകയും ടാൻ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഇത് കോസ്മെറ്റിക്കലി ആർക്കും അത്ര ആക്സെപ്റ്റബിൾ അല്ല. സ്കിന്ന് പ്രത്യേകിച്ച് നമ്മുടെ വെയിൽ കൊള്ളുന്ന ഭാഗങ്ങൾ, മുഖം, ഡ്രസ്സ് വരാത്ത കൈയുടെ ഭാഗം എല്ലാം കറുത്തു പോവുക. അപ്പോൾ ഇതിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? ആദ്യമേ ഇതിന് പ്രിവെൻഷനാണ് വേണ്ടത്. കഴിവതും നല്ല വെയിലത്തോട്ട് ഇറങ്ങാതിരിക്കുക. പ്രത്യേകിച്ച് ഇനിയുള്ള കാലാവസ്ഥയിൽ ഒരു രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ നല്ല സൂര്യരശ്മികൾ, നല്ല സ്ട്രോങ് അൾട്രാവയലറ്റ് റേസ് ഉള്ള സമയത്ത് കഴിവതും ഒഴിവാക്കുക. പിന്നെ നമുക്ക് സൺസ്ക്രീൻസ് ഉപയോഗിക്കാം. എല്ലാവർക്കും ഇപ്പോൾ സൺസ്ക്രീനെ കുറിച്ച് അറിയാം. പക്ഷേ സൺസ്ക്രീൻ തന്നെ പലതരം പ്രിപ്പറേഷൻസ് ഉണ്ട്, പലതരം പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാ നമ്മളുടെ സ്കിന്നിന് ഉചിതം എന്നുള്ളത് നമുക്ക് ഡോക്ടേഴ്സിനെ കണ്ടിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് മേടിക്കാവുന്ന പ്രോഡക്റ്റാണ് സൺസ്ക്രീൻ. പിന്നെ സൺസ്ക്രീൻ കൂടാതെ ഡ്രസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കവേർഡ് ക്ലോത്തിങ്, പ്രത്യേകിച്ചും പുറത്തിറങ്ങുമ്പോൾ വെയിലൊക്കെ കൊള്ളുന്ന ഭാഗത്തൊക്കെ ലൂസായിട്ടുള്ള കോട്ടൺ ഡ്രസ്സ് കൊണ്ട് കവർ ചെയ്യുക എന്നുള്ളത്. ബിക്കോസ് സൺസ്ക്രീൻസ് ഒരിക്കലും 100% പ്രൊട്ടക്ഷൻ തരില്ല. അപ്പോൾ നമ്മൾ കവറിങ്ങും ഫിസിക്കൽ പ്രൊട്ടക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രിവെൻറ്റീവായിട്ട് ആൻറ്റി ഓക്സിഡൻസ്, ഇപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് പർട്ടിക്കുലർലി ബീറ്റ കരോട്ടിൻ അങ്ങനെയൊക്കെയുള്ള കുറേ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് സൺ പ്രൊട്ടക്ഷൻ ഒരു പരിധി വരെ നല്ല ബെനിഫിറ്റ് കിട്ടും. ഇപ്പോൾ ഗ്ലൂട്ടത്തയോണും വൈറ്റമിൻ സി ഇതൊക്കെ സൺ പ്രൊട്ടക്റ്റീവ് ഏജൻസാണ്. പക്ഷെ ഇതെല്ലാം പ്രിസ്ക്രിപ്ഷൻ പ്രോഡക്ട്സ് ആണ്. കഴിവതും ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മേടിക്കുന്നതായിരിക്കും നല്ലതല്ല. OTC ആയിട്ട് ഇതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ സേഫ് ആയിരിക്കില്ല. പിന്നെ ഓൾറെഡി നമ്മളിപ്പോൾ ടാൻഡ് ആയി പോയി, സ്കിൻ നല്ലോണം കറുത്തുപോയി, സ്കിന്നിൻ്റെ നിറം കുറഞ്ഞു എന്നുള്ളവർക്ക് നമുക്ക് ഡീപിഗ്മെൻറ്റിങ് ക്രീംസ് ഉണ്ട്. പല കണ്ടൻസ് ഉണ്ട്, കോജിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, അങ്ങനെ പല കണ്ടൻസ് ഉള്ള പിഗ്മെൻറ്റ് കുറയ്ക്കാനുള്ളതും സ്കിന്നിൻ്റെ ഡൾനെസ് കുറയാനുള്ള ക്രീംസ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാം. അതേപോലെ പിന്നെയും വളരെ ടാൻഡായി അല്ലെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന്, ബിക്കോസ് ക്രീംസ് ഒക്കെ നമുക്ക് എഫക്റ്റ് ആവണമെങ്കിൽ ഒരു 5-6 മാസമൊക്കെ ഉപയോഗിച്ചാലേ നമുക്ക് വന്ന ടാനിങ് കുറയുള്ളൂ. പക്ഷെ കുറച്ചുകൂടെ പെട്ടെന്ന് റിസൾട്ട്സ് കിട്ടണമെങ്കിൽ പ്രൊസീജിയേഴ്സും, കോസ്മെറ്റോളജി പ്രൊസീജിയേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ചും കെമിക്കൽ പീലിംഗ് പോലത്തെ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ, കെമിക്കൽ പീലിംഗ് നമ്മൾ മെഡിസിൻസ് ഉപയോഗിച്ച് സ്കിന്നിൻ്റെ പിഗ്മെൻറ്റ് കുറയ്ക്കുകയും സ്കിന്നിൻ്റെ മേൾത്തൊലി ഇങ്ങനെ കെരറ്റോലൈസിസ് ഉണ്ടാക്കുക എന്ന് പറയും. അതായത് ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിന്ന് ചെറുതായിട്ട് പീൽ ഓഫ് ചെയ്തിട്ട് ഫ്രഷ് സ്കിൻ ഉണ്ടാക്കുന്ന പ്രൊസീജിയറാണ് കെമിക്കൽ പീലിംഗ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് ഡോക്ടേഴ്സിനെ കണ്ട് ചെയ്യാം. അതുപോലെ പിഗ്മെൻറ്റ് റിമൂവൽ ലേസേഴ്സ് ഉണ്ട്. അതായത് അൺഈവൻ സ്കിൻ ടോണിന് ND-AG എന്ന് പറഞ്ഞ് പിഗ്മെൻറ്റ് റിമൂവൽ ലേസേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്.